അത്യാവശ്യം നല്ല തണുപ്പും മഞ്ഞും ഒക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 ദിവസത്തെ വീഡിയോ ആയിട്ടാണ്. കേക്കിൻ്റെ വിശേഷങ്ങളും കൂടെ ഞങ്ങൾ ചെറിയ ചെറിയ വിശേഷങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം കേക്ക്സ് കൊടുക്കാനുണ്ട്. അതേപോലെ തന്നെ പിറ്റേന്ന് നമുക്ക് കുറച്ചധികം കേക്ക്സ് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. സംഭവം ഇത് പറഞ്ഞാൽ കുറച്ച് മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. എഡിറ്റ് ചെയ്യുന്ന സമയമില്ലാത്തതുകൊണ്ട് ഫോണിൽ ഇങ്ങനെ നിന്നായിരുന്നു. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറേ തീം കേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നല്ല വീഡിയോസ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഒന്ന് അപ്ലോഡ് ചെയ്തേക്കാന്നേ. 1 kg കേക്കും റെക്റ്റാങ്കിളും 2 ടയറൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാനുണ്ട് കേട്ടോ. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാഷാൻപേരിനുള്ള കേക്കാണ് കേട്ടോ. അപ്പം ആദ്യം ഞാൻ കുറച്ച് കേക്ക് ഐസിങ് ചെയ്ത് വെച്ചു. പിന്നെ കസ്റ്റമർ വരാനായെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാഷാൻപീറാണ് കേട്ടോ ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പ്രിൻറ്റ് വെക്കാനുണ്ടായിരുന്നുള്ളൂ, വലിയ വർക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ ഒരു മാഷാൻപീറും അതേപോലെ കാത്തും ഒക്കെ നമുക്ക് കുറേ ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പല മോഡലിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മൾ നേരത്തെയൊക്കെ ചെയ്തെടുത്ത ആ ഒരു മോഡൽ തന്നെയാണ് നമുക്ക് ഇന്നും ചെയ്ത് കൊടുക്കാനുള്ളത്. പക്ഷേ പലപ്പോഴും ഒരേ മോഡൽ തന്നെയാണ് ചെയ്ത് കൊടുക്കാറുള്ളതെങ്കിലും പ്രിൻറ്റിലൊക്കെ ഞാൻ ചിലപ്പം മാറ്റം വരുത്താറുണ്ട് കേട്ടോ. ഏതൊരു കേക്കിനും കസ്റ്റമറോട് ചോദിച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ മാറ്റങ്ങളൊക്കെ വരുത്താറുള്ളത്. പിന്നെ ഒരു കേക്ക് ഒന്ന് അടിപൊളിയാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്ലവർ ഇതേപോലെ വെച്ച് കൊടുക്കേണ്ടത്. ഈ ഒരു ഫ്ലവർ വെക്കുമ്പോഴേ കേക്കിൻ്റെ ലുക്ക് അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഇതാണ് ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അടുത്ത കേക്ക് വരുന്നത് ഒരു 2 ടയർ കേക്കാണ് കേട്ടോ. അത് പിന്നെ വേറെ ആരും അല്ല, നമ്മുടെ കാത്തു തന്നെ കേട്ടോ. ഈ ഒരു കാത്തുവിനെ ഞാൻ പരിചയപ്പെട്ട് ഏകദേശം 10 വർഷമായിട്ടോ. മോക്ക് ഇപ്പോൾ 10 വയസ്സാവാനായേ. ചെറുതാകുമ്പോൾ മുതലേ സ്റ്റോറിയും അതേപോലെ സോങ്ങും ഒക്കെ തന്നെ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് കാത്തു എന്ന ക്യാരക്ടർ എനിക്കും ഇഷ്ടമാണ് കേട്ടോ. ബാക്കിയുള്ള ക്യാരക്ടേഴ്സും ഒക്കെ തന്നെ നമ്മൾ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് മുതലാണ് കേട്ടോ പരിചയപ്പെടാൻ തുടങ്ങിയിട്ടുള്ളത്. കസ്റ്റമർ ഓരോ കാർട്ടൂണിന് ഇങ്ങനെ ഫോട്ടോസ് അയച്ചു തരും, നമ്മളതനുസരിച്ചിട്ട് ചെയ്തെടുക്കും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയധികം ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പം ഈ ഒരു കാത്തുവിൻ്റെ ഡെക്കറേഷൻ എന്താ ഇതൊക്കെ തന്നെ ഇതിന് മുമ്പ് നമ്മൾ ഇതേ ക്യാരക്ടേഴ്സും ഇതേ മോഡലും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. ഈ ഒരു 2 കേക്ക് എന്നിട്ട് ആദ്യം കൊടുക്കേണ്ടത്, അതുകൊണ്ട് അത് നമ്മൾ സെറ്റാക്കി വെച്ചു. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ഐസിങ് ചെയ്ത് വെക്കാനാണ് കേട്ടോ. ഡെക്കറേഷൻ ഇപ്പം ചെയ്യുന്നില്ല, നമുക്ക് അതിനിടയ്ക്ക് വേറൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പം ഹേർട്ട് ഷേപ്പും അതേപോലെ തന്നെ 2 ടയർ കേക്കിന് ഉള്ള ഒരു കേക്ക് കൂടി തന്നെ കേട്ടോ ഇപ്പം ഐസിങ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ഐസിങ് ചെയ്ത് വെച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും വേഗം കുളിച്ച് മാറ്റിയിട്ട് അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ അമ്പലത്തിൽ പോകുന്നത് പതിവല്ലെങ്കിലും എല്ലാ ദിവസവും പോകാൻ ശ്രമിക്കാറുണ്ട്. ഞങ്ങൾ പോകുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഹരഹര മഹാദേവ ക്ഷേത്രത്തിലാണ് കേട്ടോ. അവിടെ സംഗീത ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഉള്ളത്. അപ്പോൾ അതിന് മോളെ ചേർത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ എത്താൻ നേരത്ത് ആ മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയതിന് ശേഷം തൊഴുത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മോളെ പാട്ടിന് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പാട്ട്. അപ്പോൾ അമ്മ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും കൂടി മോളെ പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ച് പോന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ നേരെ വീട്ടിലെത്തിയതിന് ശേഷം നമുക്കുള്ള പണിതാ ടെഡീനെ വെക്കാനുണ്ടായിരുന്നു, കുറച്ച് സ്റ്റാർ കൂടി വെക്കാനുണ്ടായിരുന്നു. ഈ ഒരു കേക്കിൽ ഇത്ര വർക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു കേക്ക് നമുക്ക് ഡെലിവറി കൂടി ചെയ്യാനുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു കസ്റ്റമർ ഒരു അരമണിക്കൂർ മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ കേക്കൊക്കെ സെറ്റാക്കിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഈ ഒരു കേക്ക് നമ്മൾ ഡെലിവറി ചെയ്തേ. അടുത്ത കേക്ക് ഉണ്ടായിരുന്നത് ഒരു ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ളതാണ് കേട്ടോ. ഈ ഒരു കേക്ക് സിമ്പിൾ കേക്ക് മതി പറഞ്ഞിരുന്നു, വലിയ വർക്കൊന്നും വേണ്ട. സൈഡിലായിട്ട് ഇതുപോലെ ഗ്രീൻ കളർ കൊടുക്കണം എന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സിമ്പിൾ വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അടുത്ത കേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ഒരു ഹേർട്ട് ഷേപ്പ് കേക്ക് ആയിരുന്നേ. അതിലും കുറച്ച് ഹേർട്ട് ഇതേപോലെ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ട് വെക്കാനും പിന്നെ കുറച്ച് ഗോൾഡൻ ബോൾസ് ഇട്ട് കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതും വലിയ വർക്കൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് തന്നെയായിരുന്നു. പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കും അതേപോലെ ഒരു വാനില കേക്കുമാണ് കേട്ടോ. അതും സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനൊക്കെ കൊടുത്തതിന് ശേഷം അന്നത്തെ ദിവസത്തെ കേക്ക് ഓർഡേഴ്സൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ഓർഡേഴ്സ് ആയിരുന്നു. പിറ്റേ ദിവസം നമുക്ക് 2 ടയർ കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് റെക്റ്റാങ്കിൾ ഒരു കേക്ക് കൂടിയും ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. 2 ടയർ കേക്ക് നമുക്ക് കാത്തു തീം തന്നെയാണ് കേട്ടോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നേരത്തെ ചെയ്ത സെയിം മോഡൽ തന്നെയാണ് കേട്ടോ ഈ ഒരു കേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിലേക്ക് ഞാൻ ഒരു ക്ലൗഡും അതേപോലെ തന്നെ ഒരു സൂര്യനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഫസ്റ്റ് എന്നുള്ളൊരു സ്റ്റിക്ക് കൂടിയാണ് കേട്ടോ ഈ ഒരു കേക്കിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടില്ലേ എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് SSC ഒരുമിച്ച് പഠിച്ചായിരുന്നു. പിന്നെ കാണുന്നത് ഈ ഒരു കേക്ക് കൊടുക്കാൻ പോകുമ്പോൾ കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതേപോലെയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ വാഞ്ചോ കേക്ക് കൂടി കൊടുക്കാം. അത് നോർമൽ ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെയാണ് കേക്ക് നമ്മൾ ബോക്സിലൊക്കെ ആക്കി കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കേക്ക് നൈറ്റിലേക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യാൻ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് കേട്ടോ പോകുന്നത്. അവിടെ എത്തി കേക്കൊക്കെ ഡെലിവറി ചെയ്യുമ്പോൾ അവൾ കുറച്ച് ചോക്ലേറ്റ് തന്നിട്ടോ. അത് മക്കൾക്ക് കൊടുത്ത മക്കൾ എന്തായാലും ഹാപ്പിയായി. തിരിച്ചെത്തി ഈ ഒരു 2 kg വാഞ്ചോ കൂടി ഡെലിവറി ചെയ്ത്. പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് ഈ ഒരു 2 ടയർ കേക്കാണ് കേട്ടോ. ഇത് നമ്മൾ ക്രം കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ള പെട്ടെന്ന് കിട്ടിയൊരു ഓർഡർ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ താഴെ പിങ്കും മുകളിൽ വൈറ്റ് കളറും പിന്നെ കുറച്ച് ഫ്ലവറും പിന്നെ ഗോൾഡൻ ഫ്ലേക്സും ഉണ്ട് ഇതിൽ മെയിനായിട്ട് ഡെക്കറേഷൻ വരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഈ ഒരു കേക്കും ഡെലിവറി ചെയ്തു കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഞങ്ങളുടെ 2 ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോസും കേക്കും ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതേപോലെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്തവരാണെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ.